നമ്മളിപ്പോൾ ഒരു ഖബർസ്ഥാനിൽ എത്തിക്കഴിഞ്ഞാൽ അസ്സലാമു അലൈക്കും യാ ദാറൽ മുഅ്മിനീൻ വ ഇൻഷാ അല്ലാഹു ബിക്കും ലൈക്കും, ഈ ചോദ്യം ഞങ്ങൾ ചോദിക്കുന്നത്, ഈ സലാം നമ്മൾ ചെല്ലുന്നത് ഈ ഖബറാളികളെ കേൾക്കുന്നുള്ള ഉദ്ദേശത്തിലല്ല. അല്ല, അല്ലെങ്കിൽ സലാം ചെല്ലൂല. നമ്മളിപ്പോൾ കല്ലിനോട് ചെല്ലൂല, മരത്തിനോട് ചെല്ലൂല. സലാം ചെല്ലുന്നതായിരിക്കാം കേൾവിക്കാർക്ക് മാത്രം, അല്ലേ? അപ്പോൾ അതുപോലെ ഞങ്ങളിപ്പം മരണപ്പെട്ട വീട്ടിൽ 3 ദിവസം ഞങ്ങൾ, അല്ലെങ്കിൽ മരണപ്പെട്ട അന്നേ ദിവസം തന്നെ ഞങ്ങൾ ഖുർആൻ ഒന്ന് മറ്റുള്ളതൊന്ന്. അപ്പോൾ ഒരു പണ്ഡിതന്റെ പ്രസംഗം കേട്ടതുകൊണ്ടാണ് ഈ ചോദ്യം വരുന്നത്. നിങ്ങൾ അവിടെ ഇരുന്ന് മാതൃഭൂമി പേപ്പർ വായിച്ചോ, കേരള ശബ്ദം വായിച്ചോ, ഖുർആൻ ഓതാൻ പാടില്ല എന്നുള്ളൊരു പ്രസംഗം ഞാൻ കേട്ടതുകൊണ്ടാണ് ഈ ചോദ്യം ഞാൻ ചോദിക്കുന്നത്. അപ്പോൾ അതും ഇതും തമ്മിലുള്ള വൈരുദ്ധ്യം നിന്നാണ്. ഇവിടെ പോയി കഴിഞ്ഞാൽ ഞങ്ങൾക്ക് അവർ കേൾക്കുന്നുണ്ട്. ഞങ്ങൾ ഉപ്പാന്, നിങ്ങൾ ഈ പറഞ്ഞ പോലെ ധാരത്തിനല്ലേ നമ്മൾ പോകുന്നത്. ഞങ്ങളെ ഉപ്പ, ഞങ്ങളെ ഉമ്മ, ഞങ്ങളെ സഹോദരങ്ങൾ, ആ മഹലിലുള്ള ഞങ്ങളെ നാട്ടുകാർ, ഇവർക്ക് വേണ്ടിയിട്ടാണ് ഞങ്ങൾ സലാം ചെല്ലുന്നതും. ഞങ്ങൾ ഖുർആനിൽ പറഞ്ഞ ദുആ പോലും റബ്ബി റഹ്മുമാ കമാ റബ്ബിയാനി സഗീറ, ഇങ്ങനത്തെ ദുആകൾ നമ്മൾ അവിടുന്ന് ചെയ്യുന്നത്. ഞങ്ങൾ ഉമ്മാൻ്റെ അടുക്കാം, നമ്മൾ ഉപ്പാൻ്റെ എടുക്കാം. ഇതേ ഉമ്മയും ഇതേ ഉപ്പയും ഞങ്ങൾ വീട്ടിൻ്റെ അകത്ത് മരിച്ചു കഴിഞ്ഞാൽ ഒരു ഖുർആൻ ഓതുമ്പോൾ നിങ്ങൾ അവിടുന്ന് മാതൃഭൂമി പേപ്പർ വായിച്ചു വന്നു. ഞാൻ 10-15 വർഷം ഗൾഫിലുണ്ടായിട്ടുണ്ട്. ഞാൻ പിന്നെ സുൽത്താൻ കാബൂസിൻ്റെ ഉമ്മയിലെ മരിച്ച മൊമാലുള്ള സമയത്ത് 3 ദിവസം TV-യിലുള്ള എല്ലാ പരിപാടിയും ബന്ധിച്ചിട്ട് വെറും ഖുർആൻ ഓത്ത്. ഞങ്ങളെ മാതിരി ഈ സൂഫിസം തലക്ക് ഇരുവിട്ടൊന്നുമില്ല അവർ, നമ്മളാറുള്ള മാതിരി. അപ്പോൾ ഈ 2 വൈരുദ്ധ്യങ്ങൾ ഇതിപ്പോൾ ഞങ്ങൾക്ക് കേൾക്കുന്നതുകൊണ്ട് ഞങ്ങൾ സലാം ചെല്ലുന്നു. ഇതേ മരണ വീട്ടിൽ 3 ദിവസം ഞങ്ങൾ തുടർച്ചയായി ഖുർആനോ, ഞങ്ങൾ വീട്ടുകാരൻ, ഞങ്ങളിപ്പോൾ ആരും കൊണ്ടാണ്ടൊന്നുമില്ല, ഞങ്ങൾ വീട്ടുകാരൻ ആയിരിക്കും ചെല്ലുന്നുണ്ടാകുക. പക്ഷെ അവിടെ നിങ്ങൾ പറയുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ മാതൃഭൂമി പേപ്പർ വായിച്ചോ, ഇതന്നെ ഈ അനുബന്ധ ചോദ്യമാണ് ഇത്. അതിൻ്റെ ഈ വൈരുദ്ധ്യം എന്താണുള്ളത്? വളരെ ആത്മാർത്ഥമായി കാര്യങ്ങൾ അറിയാനുള്ള അന്വേഷണമാണ് ഇവിടെ സുഹൃത്ത് നിർവഹിച്ചിരിക്കുന്നത്. അല്ലാഹു സത്യം മനസ്സിലാക്കി ഉൾക്കൊള്ളാൻ നമുക്ക് ഏവർക്കും തൗഫീഖ് പ്രദാനം ചെയ്യുമാറാവട്ടെ. ഖബർസ്ഥാനിൽ പോവുകയും ഖബർ സന്ദർശിക്കുകയും സലാം പറയുകയും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യണം എന്നാണ് ഇവിടെ ആവർത്തിച്ചു പറഞ്ഞത്. അതൊക്കെ വേണം എന്നത്. ഖബർ സിയാറത്ത് ചെയ്യണം. അത് ഉമ്മാൻ്റെതോ വാപ്പാൻ്റെതോ ഇനി പരിചയമുള്ളതോ അല്ലാത്തതോ ഏതുമാകട്ടെ, അവിശ്വാസികളെ ഖബർ പോലും സന്ദർശിക്കൽ അനുവദനീയമാണ് എന്ന് പഠിപ്പിച്ച മതമാണ് ഇസ്ലാം. ഒരു അവിശ്വാസി, ഒരു അമുസ്ലിം സുഹൃത്ത് മരിച്ചു, അവനെ മറവ് ചെയ്ത ആ ഇടം പോലും നമുക്ക് പോയി സന്ദർശിക്കാം എന്നാണ് ഇസ്ലാമിക പ്രമാണങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാകുന്നത്. എന്തിന്? നേരത്തെ പറഞ്ഞ ലക്ഷ്യങ്ങളൊക്കെ അതിലുണ്ട്. ഒരു ഖബർ പോയി കാണുമ്പോൾ എനിക്കും വേണമല്ലോ മരിക്കുക എന്ന ഒരു ഓർമ്മയുണ്ടാവാൻ അത് നിമിത്തമാണ്. അതൊരു പക്ഷേ മുസ്ലിം അല്ലാത്തൊരാളുടെ ശ്മശാനം കാണുമ്പോഴും അവന് ശവകുടീരം കാണുമ്പോഴും എൻ്റെ സുഹൃത്തായിരുന്നുവല്ലോ, ഈ ലോകത്ത് ജീവിതം അവസാനിച്ച് പോയി എന്ന ആ ചിന്തയും എനിക്കും ഇതുപോലെ പോകേണ്ടതുണ്ട് എന്ന ഒരു തിരിച്ചറിവും ഉണ്ടാകാൻ ഒരു പക്ഷേ അത് നിമിത്തമായേക്കാം. ഇനി വിശ്വാസിയുടെ ഖബറാണെങ്കിൽ ആ ഖബറാളിക്ക് സലാം പറയണം, ഖബറാളിക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും വേണം. ഇനി പ്രാർത്ഥിക്കാൻ വേണ്ടി ഖബറിങ്കിൽ പോകണം എന്നില്ല, നമുക്ക് എപ്പോഴും പ്രാർത്ഥിക്കാം. ഖബർക്ക് പോയിട്ടേ പ്രാർത്ഥിക്കാവൂ എന്നല്ല പഠിപ്പിച്ചത്. നമ്മുടെ ഏതു പ്രാർത്ഥനയിലും മരിച്ചുപോയവരും അല്ലാത്തവരുമൊക്കെയായ ആളുകളെ, വിശ്വാസികളെ ഉൾപ്പെടുത്താനാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത്. ഇപ്പോൾ സുഹൃത്ത് പറഞ്ഞല്ലോ അബ്ദുറഹ്മാൻ റബ്ബിയാനി സഗീറ, അത് ഉമ്മയും വാപ്പയും മരിച്ചതിന് ശേഷം മാത്രമല്ല, ജീവിച്ചിരിക്കുന്ന സമയത്തും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, മരണശേഷം അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. അതൊക്കെ പ്രമാണങ്ങൾ പരിചയപ്പെടുത്തിയതാണ്. എന്നാൽ അതുപോലെയാണോ ഇനി അതിലെ കൂടെ ആ സലാം പറഞ്ഞാൽ അവർ കേൾക്കുകയും അവർ ഇങ്ങോട്ട് മടക്കുകയും ചെയ്യുമോ? അങ്ങനെ കേൾക്കുമെന്നും മടക്കുമെന്നും പറയാൻ നമുക്ക് പ്രമാണങ്ങൾ കാണുന്നില്ല. ഈ സലാം അവർ കേൾക്കുകയും അവർ മടക്കുകയും ചെയ്യുമെന്ന് പറയാൻ പ്രത്യേകിച്ച് അങ്ങനെ പ്രമാണങ്ങളൊന്നും സ്വഹിയായി ഉദ്ധരിക്കപ്പെട്ടവ പ്രവാചകൻ പഠിപ്പിച്ചതായി നമുക്ക് എവിടെയും അങ്ങനെ കാണുന്നില്ല. അല്ലാഹു അഅലം. അവർക്ക് അല്ലാഹു രക്ഷ ഉണ്ടാവാനുള്ള തേട്ടമാണ്, പ്രാർത്ഥനയാണ്, അവർക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനയാണ് യഥാർത്ഥത്തിൽ സലാം. ആയിഷ റളിയല്ലാഹു അൻഹ ചോദിച്ചു, നബിയെ ഖബർ സന്ദർശിക്കുമ്പോൾ എന്താണ് പറയേണ്ടത്? അപ്പൊ നബി ഞങ്ങൾ പഠിപ്പിച്ചു കൊടുത്തു, സലാമുൻ അലൈക്കും ദാറ ഖൗമിൻ മുഅ്മിനീൻ വ ഇന്നാ ഇൻഷാ അല്ലാഹു ബിക്കും ലാഹിഖൂൻ നസ്അലുല്ലാഹ ലനാ വലക്കുമുൽ ആഫിയ. വിശ്വാസികളെ വീട്ടുകാരെ നിങ്ങൾക്ക് അല്ലാഹുവിന്റെ രക്ഷയുണ്ടാവട്ടെ, ഞങ്ങളും നിങ്ങളെ കൂടെ ചേരാനുള്ളവരാണ്. നിങ്ങൾക്കും ഞങ്ങൾക്കും ആഫിയത്തിന് വേണ്ടി റബ്ബിനോട് ഞങ്ങൾ ദുആ ചെയ്യുന്നു. ഇവിടെ ദുആ റബ്ബിനോട്, ഞങ്ങളും നിങ്ങളെ കൂടെ ചേരാനുള്ളതാണ്. അതൊരു ആത്മഗതമാണ്, അവരെ കേൾക്കാനല്ല. നീയും ഞാൻ അവിടെ വെയിറ്റ് ചെയ്യാം എന്ന് അവിടുന്ന് ഇങ്ങോട്ട് പ്രതികരണം ഉണ്ടാവില്ല. അതൊരു ബോധമാണ്. ഇന്നാ ഇൻഷാ അല്ലാഹു ബിക്കും ലാഹിഖൂൻ എന്ന് പറയുമ്പോൾ അതൊരു ബോധമാണ്. ഇമാം ഖുർത്തുബി അദ്ദേഹത്തിന് അത്തദ്കിറ ബി അഹ്വാലിൽ മൗത വൽ ആഖിറ എന്ന ഗ്രന്ഥത്തിൽ പഠിപ്പിക്കുന്നത് കാണാം.
അലി റളിയല്ലാഹു അൻഹു ഖബർസ്ഥാനിൽ ചെന്നു. എന്നിട്ട് ദീർഘമായി അദ്ദേഹം പലപ്പോഴും ഖബർസ്ഥാനിൽ നിൽക്കും. ഖബറുകൾ നോക്കി അദ്ദേഹം അങ്ങനെ പരലോകമോർത്ത് കരയും. ഒരുപാട് സുഹൃത്തുക്കൾ, പരിചയക്കാർ, ബന്ധുക്കൾ എല്ലാവരുടെയും ഖബറുണ്ടാകാം ഖബർസ്ഥാനിൽ. അപ്പൊ അവിടെ ഇങ്ങനെ ചെന്ന് നിന്ന് അദ്ദേഹം ഇങ്ങനെ ആലോചിക്കും. എന്ന് അദ്ദേഹം പറയും, ഖബറാളികളെ, എന്താണ് നിങ്ങളുടെ വിശേഷങ്ങൾ, നിങ്ങൾ പറയൂ. എന്നാൽ അദ്ദേഹം തന്നെ മറുപടി പറയും, നിങ്ങൾക്ക് പറയാൻ കഴിയില്ല എന്നെനിക്കറിയാം, എന്നാൽ ഞങ്ങളുടെ വിശേഷങ്ങൾ ഞാൻ പറയാം. നിങ്ങൾ പോയതിനു ശേഷം നിങ്ങളുടെ ഭാര്യമാർ വേറെ വിവാഹം കഴിക്കപ്പെട്ടു പോയി, നിങ്ങളുടെ സ്വത്തുക്കൾ ഓഹരി വെക്കപ്പെട്ടു പോയി, നിങ്ങളുടെ വീടുകൾ മറ്റു പലരും താമസമാക്കി കഴിഞ്ഞു എന്നിങ്ങനെ പറയുകയും അദ്ദേഹം ദീർഘമായി കരയുകയും ചെയ്യും. റബ്ബേ, ഇതാണല്ലോ എനിക്കും ഇനി വരാനുള്ളത്. അതാണ് ഖബർ സന്ദർശനം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം രാത്രി വീട്ടിൽ നിന്ന് എഴുന്നേറ്റ് പുറത്തേക്ക് പോകാറുണ്ട്. നേരത്തെ പറഞ്ഞുവല്ലോ. ആയിഷ ബീവി പറയുന്നൊരിക്കൽ ഞാൻ പെട്ടെന്ന് ഉണർന്നപ്പോൾ വിരിപ്പിൽ നബിയെ കാണുന്നില്ല. അപ്പൊ ഞാൻ അന്വേഷിച്ചു. ഞാൻ നോക്കുമ്പോൾ നബി അതാ പുറത്തേക്ക് ഇറങ്ങി നടന്നു പോവുകയാണ്. ഞാൻ പിന്നാലെ ശബ്ദമുണ്ടാക്കാതെ പോയി നബി എങ്ങോട്ടാണ് പോകുന്നത് എന്നറിയാൻ വേണ്ടി നോക്കുമ്പോൾ നബി ഖബർസ്ഥാനിലേക്ക് പോവുകയാണ്. ഖബർസ്ഥാനിൽ ചെന്ന് നബി ദീർഘമായി നിൽക്കുന്നു. നബി അവർക്ക് വേണ്ടി ദുആ ചെയ്യുന്നു. നബി തിരിച്ചു പോരുമ്പോൾ ഞാനും നബി അറിയാതെ ഞാനും പെട്ടെന്ന് വീട്ടിലേക്ക് മടങ്ങി വന്നു. ഇങ്ങനെയുള്ള സംഭവങ്ങൾ ഹദീസിൽ കാണാൻ പറ്റുന്നു. അപ്പൊ അവിടെ ഈ പറയുന്ന പ്രാർത്ഥന ഇത് ഖബറാളി കേൾക്കുമെന്നും പ്രതികരിക്കുമെന്നും ഹദീസിൽ എവിടെയും പഠിപ്പിക്കപ്പെട്ടിട്ടില്ല. അവർക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനയാണ്. നമ്മുടെ മനസ്സിലെ ചില യാഥാർത്ഥ്യങ്ങൾ ബോധ്യപ്പെടുത്താൻ കൂടിയാണ് ഖബർ സന്ദർശനങ്ങൾ. എന്നാൽ അതുപോലെയല്ല അവർ ഖബറാളിക്ക് വേണ്ടിയുള്ള ഖുർആൻ പാരായണം. മതത്തിൽ ഒരു കാര്യം സ്ഥിരപ്പെടണമെങ്കിൽ അതിന് പ്രമാണം അനിവാര്യമാണ്. ഏത് വിഷയവും, എത്ര ചെറിയ വിഷയമാവട്ടെ, മതത്തിന്റെ ഭാഗമായി മാറണമെങ്കിൽ അല്ലാഹു തആല പഠിപ്പിക്കണം, അവന്റെ റസൂൽ പഠിപ്പിക്കണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജീവിച്ചിരിപ്പുള്ള സമയത്ത് ആയിരക്കണക്കായ സ്വഹാബിമാർ മരണപ്പെട്ടിട്ടുണ്ട്. ഒരാൾ മരിച്ചാൽ എന്തു ചെയ്യണം നബി അവർക്ക് പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ട്. കുളിപ്പിക്കേണ്ടത് എങ്ങനെ, കഫൻ ചെയ്യേണ്ടത് എങ്ങനെ, നമസ്കരിക്കേണ്ടത് എങ്ങനെ, ഖബർ കുഴിക്കേണ്ടത് എങ്ങനെ, മറമേടേണ്ടത് എങ്ങനെ, അവരോടുള്ള ബാധ്യത പിന്നെ എന്തെല്ലാമാണ്, എല്ലാം കൃത്യമായി പഠിപ്പിച്ചിട്ടുണ്ട്. ഒറ്റ സ്വഹാബി വഫാത്തായപ്പോൾ അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടെ ഇരുന്ന് ഖുർആൻ ഓതാൻ പഠിപ്പിച്ചിട്ടില്ല. നബി വഫാത്താകുമ്പോൾ 1,13,000 സ്വഹാബിമാർ ജീവിച്ചിരിപ്പുണ്ട് എന്നാണ് പ്രബലാഭിപ്രായം. അല്ലാഹു അഅലം. നബിയെ കുളിപ്പിച്ചത് ആര്? ഹദീസിലുണ്ട്. നബിക്ക് വേണ്ടി ഖബർ കുഴിച്ചത് ആര്? ഹദീസിലുണ്ട്. നമസ്കാരം നിർവഹിച്ചത് എങ്ങനെ? ഹദീസിലുണ്ട്. കഫൻ ചെയ്തത് എങ്ങനെ? ഹദീസിലുണ്ട്. ഖബറിലേക്ക് ഇറക്കിയത് ആരാണ്? മണ്ണിട്ട് മൂടിയത് ആരാണ്? എല്ലാം ഹദീസിലുണ്ട്. ആരാണ് ഖുർആൻ ഓതിയത്? എവിടെയും കാണുക സാധ്യമല്ല. എന്നാലും ഖുർആനല്ലേ, നല്ലതല്ലേ, ഖുർആൻ റഹ്മത്ത് വരൂലേ, ഒക്കെ ശരിയാ. ഖുർആൻ ഓതിയ റഹ്മത്ത് ഇറങ്ങുമെന്ന് പഠിപ്പിച്ചത് അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണല്ലോ. എന്നിട്ടും ആ റസൂൽ അവിടെ ഖുർആൻ ഓതാൻ പഠിപ്പിച്ചില്ല. അപ്പം മതത്തിൽ ഒരു കാര്യം പുണ്യമാകണമെങ്കിൽ അതിന് പ്രമാണം ആവശ്യമാണ്. ചില സ്ഥലത്ത് പാടില്ലെന്ന് പറയും ഖുർആൻ ഓത്ത്. ഇപ്പൊ റുക്കൂഇൽ ഖുർആൻ ഓതാൻ പാടില്ല. റുക്കൂ ചെയ്യും ഒരാൾ പറയും ഞാൻ ഫ്രീ ആണ്, അർജന്റ് ഒന്നുമില്ല, ഞാൻ വളരെ സാവകാശം നിസ്കരിക്കുകയാണ്, റുക്കൂഇൽ ഒരു 2 യാസീൻ ഓതാന്ന് പറഞ്ഞാൽ പറ്റൂല എന്നാണ്. എന്താ ഞാൻ റുക്കൂയിൽ അതിന് പ്രാർത്ഥിക്കുന്നില്ലേ, അതുപോലെ തന്നെ യാസീൻ ഓത്തെന്ന് പറഞ്ഞാൽ അവിടെ അത് പറ്റൂല. ഇനി പ്രാർത്ഥനകളിൽ നമ്മൾ ഇവിടെ ദുആ ചെയ്തു, നിങ്ങൾക്ക് ആമീൻ പറയുന്നു. നമ്മൾ ഒരു 10 ആൾ ഒന്നിച്ച് ബാത്റൂമിൽ കണ്ട് പോയാൽ എല്ലാവരും ഉണ്ട്. അപ്പൊ ആരെങ്കിലും പറയാ, ഏതായാലും നമ്മളെല്ലാവരും ഉണ്ടല്ലോ, ഒരാൾ പ്രാർത്ഥിക്കാം മറ്റൊരു ആമീൻ പറയാ എന്ന് പറഞ്ഞു ഒരാൾ അല്ലാഹുമ്മ ഇന്നാ നഊദു ബിക മിനൽ ഖുബൂസി വൽ ഖബായിസ് എന്ന് പറഞ്ഞ മറ്റൊരു ആമീനും ചൊല്ലി അങ്ങനെ ഉണ്ടാവോ? ഇല്ലല്ലോ. ഭാര്യയും ഭർത്താവും ഒന്നിച്ച് കിടന്നുറങ്ങുമ്പോൾ രണ്ടാളും നിശ്ചയിക്കപ്പെട്ട ദിക്റുകളും ദുആകളും നിർവഹിക്കണമെന്നാണ് പഠിപ്പിച്ചത്. എന്നാ ഞാൻ പ്രാർത്ഥിക്കാൻ നീ ആമീൻ പറഞ്ഞാൽ മതി എന്ന് പറയാറില്ല. അപ്പൊ ഓരോന്നിന് ഓരോ സ്ഥലത്ത് മതം പഠിപ്പിച്ച ചില നയങ്ങളും നിലപാടുമുണ്ട്. ആ നിലക്കാണ് അത് ചെയ്യേണ്ടത്. അതിലെവിടെയും മരിച്ചെടുത്തുള്ള ഖുർആനോത്തില്ല, മരിച്ചവർക്ക് വേണ്ടിയുള്ള ഖുർആനോത്തില്ല. അവിടെ മാതൃഭൂമി വായിക്കാൻ പറഞ്ഞോ? ഇല്ല, മാതൃഭൂമി വായിക്കാൻ പാടില്ല, മാതൃഭൂമി വായിക്കാനും പാടില്ല. അവിടെ ചെയ്യേണ്ടത് എന്താ? മരണത്തെപ്പറ്റി ആലോചിക്കുക, അതേക്കുറിച്ച് ചിന്തിക്കുക, മൗനമായിരിക്കുക, ശാന്തമായിരിക്കുക. ആ മരണം, അദ്ദേഹത്തിന് വരാനുള്ള അവസരങ്ങൾ, ഖബർ ജീവിതം, പരലോകം, അതിനെക്കുറിച്ച് ചിന്തിക്കുക. അവനവന്റെ ജീവിതത്തിൽ പാഠം ഉൾക്കൊള്ളുക. പിന്നെ താങ്കൾ കേട്ട പ്രസംഗത്തിൽ മാതൃഭൂമിയുടെ പരാമർശമുണ്ട്,
മുജാഹിദ് ബാലുശ്ശേരിയുടെ ഒരു പ്രസംഗത്തിന്റെ ചെറിയ കഷ്ണമാണ് താങ്കൾ കേട്ടിട്ടുണ്ടാവുക. ഏതെങ്കിലും ഉസ്താദുമാർ തങ്ങളുടെ പ്രസംഗത്തിൽ ഒരു പക്ഷേ ആ കഷ്ണം കേൾപ്പിച്ചുകൊണ്ട് വിശദീകരിക്കുന്നതും കേട്ടിട്ടുണ്ടായേക്കാം. അതായത് മരിച്ച വീട്ടിൽ ഖുർആൻ ഓതലാണോ മാതൃഭൂമി വായിക്കലാണോ നല്ലത്, അല്ലെങ്കിൽ ഏതാണ് പിന്നെ ശരി എന്ന് ചോദിക്കുന്നുവെങ്കിൽ അവിടെ മാതൃഭൂമി വായിച്ചാലും ശരി ഖുർആൻ ഓതാൻ പാടില്ല എന്ന് പറയും എന്ന് അദ്ദേഹം പറയുന്നു. കാരണം ഖുർആൻ ഓതുമ്പോൾ അത് മതത്തിന്റെ ഭാഗമായിട്ടാണ് അവിടെ കൊണ്ടുവരുന്നത്. മതത്തിൽ ഒരു പുണ്യകർമ്മമായി, മതത്തിൽ അങ്ങനെ സുന്നത്തുണ്ട് എന്ന നിലക്കാണ് കൊണ്ടുവരുന്നത്. അപ്പൊ അത് മതത്തിലേക്ക് കൂട്ടിച്ചേർക്കലാണ്, അത് ഗൗരവമാണ്. അതായത് ഇന്ന് പത്രം വായിക്കുന്നു, അത് മതത്തിലെ പുണ്യകർമ്മമായിട്ടല്ല അയാൾ ചെയ്യുന്നത്. ഒരുപക്ഷെ അയാളുടെ ഒരു മര്യാദ കുറവോ, അയാൾ മരണത്തെപ്പറ്റി ആലോചിക്കുന്നതിന് പകരം അയാൾ ഭൗതികമായ വിഷയങ്ങൾ വ്യാപൃതമായി കൂടി എന്നത് അയാളുടെ പോരായ്മയോ ആയി പരിഗണിക്കാം നമുക്ക്. കാരണം അവിടെ പത്രം വായിക്കല്ല വേണ്ടത്, അവിടെ തമാശ പറയല്ല വേണ്ടത്, അവിടെ ചിരിക്കാൻ പോലും പാടില്ലാണ്. ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുമായ സ്വഹാബി മയ്യിത്തിന് കൂടെ പോകുമ്പോൾ ഒരാൾ ചിരിക്കുന്നത് കണ്ടപ്പോൾ അദ്ദേഹം പറഞ്ഞു, മയ്യിത്തിന് കൂടെ ചിരിക്കയോ, നിന്നോട് ഞാൻ ഇനി മിണ്ടൂരാന്നാണ്. അത്രയേറെ ഗൗരവത്തിൽ അവരെ മയ്യത്തിനെ കൂടെ പോകുമ്പോൾ, മയ്യത്തിന് സമീപത്ത് വരുമ്പോൾ, ഖബറുകൾ ചെല്ലുമ്പോൾ അവിടെയൊക്കെ മരണമോർത്ത് ഖബറോർത്ത് അള്ളാഹിനെ കുറിച്ച് ചിന്തിച്ച് നരക സ്വർഗം ആലോചിച്ച് അതിലൂടെ ഭക്തി ഉണ്ടാവലാണ് പഠിപ്പിക്കപ്പെട്ടത്. അവിടെ പത്രം വായിക്കാൻ പാടില്ല, രാഷ്ട്രീയം പറയാൻ പാടില്ല, തമാശ പറയാൻ പാടില്ല, അവിടെ കുശലാന്വേഷണങ്ങൾ പാടില്ല, അതൊന്നും പാടില്ല. എന്നാൽ ഒരാൾ ഭൗതികകാര്യം സംസാരിക്കുന്നു, ഒരാൾ ഖുർആൻ ഓതുന്നു, ഏതിനാ ഗൗരവം കൂടുതൽ എന്ന് ചോദിച്ചാൽ ഭൗതികകാര്യം സംസാരിക്കുന്നതിനേക്കാൾ ഗൗരവം കൂടുതൽ ഖുർആൻ ഓതുന്നതിന്. കാരണം എന്താ, ഖുർആൻ ഓതൽ പുണ്യകർമ്മമായി മതം പഠിപ്പിച്ച സുന്നത്തായിട്ടാണ് സമൂഹം അവിടെ ചെയ്യുന്നത്. അത് മതത്തിലേക്ക് കൂട്ടിച്ചേർക്കലാണ്, അപ്പൊ ഗൗരവം കൂടും. മറ്റൊരു മതത്തിലേക്ക് കൂട്ടിച്ചേർക്കലല്ല, അയാൾ പാലിക്കേണ്ട മര്യാദ അയാൾ പാലിക്കാതെ പോകുന്നു എന്നതാണ് അയാൾ ചെയ്യുന്നത്. അത് പ്രമാണങ്ങൾ പരിചയപ്പെടുത്തിയ മുൻഗാമികളായ ഇമാമികൾ പഠിപ്പിച്ച കാര്യവുമാണ്. സുഫ്യാൻ ബിൻ ഉയൈന റഹിമഹുല്ലാ ഹിജ്റ 2-ാം നൂറ്റാണ്ടിൽ ജീവിച്ച പ്രഗത്ഭനായ സുഫ്യാൻ സൗരി റഹിമഹുല്ലാ ഹിജ്റ 2-ാം നൂറ്റാണ്ടിൽ ജീവിച്ച പ്രഗത്ഭനായ പണ്ഡിതൻ, ഇമാം ഷാഫിയുടെ ഒക്കെ കാലക്കാരൻ. അദ്ദേഹം പറഞ്ഞു, അൽ ബിദ്അതു അഹബ്ബു ഇലാ ഇബ്ലീസ മിനൽ മഅസിയ. മതത്തിൽ കൂട്ടിച്ചേർക്കപ്പെടുന്ന പുത്തൻ ആചാരങ്ങളാണ് പിശാചിന് തിന്മയേക്കാൾ ഇഷ്ടം. തിന്മയേക്കാൾ പിശാചിന് ഇഷ്ടം ബിദ്അത്തുകളാണ്. കാരണം എന്താ, ലിഅന്നൽ മഅസിയത യുതാബു മിൻഹാ വൽ ബിദ്അ ലാ യുതാബു മിൻഹാ. തിന്മ ചെയ്യുന്ന മനുഷ്യൻ പശ്ചാത്തപിക്കാൻ സാധ്യത കൂടുതലാണ്. ബിദ്അത്തുകൾ ചെയ്യുന്ന മനുഷ്യൻ പശ്ചാത്തപിക്കാൻ സാധ്യത കുറവാണ്. മദ്യപിക്കുന്ന ആൾ, വ്യഭിചരിക്കുന്ന ആൾ, പലിശ വാങ്ങുന്ന ആൾ, സ്ത്രീധനം വാങ്ങുന്ന ആൾ, തീവ്രവാദം ചെയ്യുന്ന ആൾ, ഇവർക്കൊക്കെ കുറ്റബോധം വരാൻ സാധ്യതയുണ്ട്. കാരണം തെറ്റനയാൾക്കറിയാം, അതൊരു മടങ്ങാൻ സാധ്യതയുണ്ട്. എന്നാൽ ബിദ്അത്ത് ചെയ്യുന്ന, മതത്തിൽ കൂട്ടിച്ചേർക്കപ്പെട്ട കാര്യങ്ങൾ ചെയ്യുന്ന ഒരാൾ ഇത് കൂലി കിട്ടും, പുണ്യമാണ് എന്ന ധാരണയിലാ ചെയ്യുന്നത്. അതുകൊണ്ട് അയാൾ മടങ്ങാൻ സാധ്യതയില്ല, അയാൾ അതിന് ആവേശം കൂടാനേ സാധ്യതയുള്ളൂ. അതുകൊണ്ട് പിശാചിന് തിന്മയേക്കാൾ ഇഷ്ടം ബിദ്അത്തിനോടാണ് എന്ന് സുഫ്യാൻ സൗരി റഹിമഹുല്ലാ പഠിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് ഖുർആൻ ഓതാൻ എവിടൊക്കെയാണോ പഠിപ്പിക്കപ്പെട്ടത് അവിടെ ഓതാം. പൊതുവായുള്ള ഏത് രംഗത്തും ഖുർആൻ ഓതാം. ഒരാൾ സുബഹിസ്കരിച്ച് വീട്ടിലിരിക്കുകയാണ്, അയാൾക്ക് മുസ്തഹഫ് പിടിച്ച് ഓതാം, വിരോധമൊന്നുമില്ല. ഒരു ദിവസം ഞായറാഴ്ച ഒഴിവോ ഓഫീസൊന്നുമില്ല, കുറച്ചധികം ഖുർആൻ ഓതി, നല്ല കാര്യമാണ്. ഒരാൾ നടന്നു പോകുന്നു, യാത്ര ചെയ്യുന്നു, വാഹനത്തിൽ പോകുന്നു, ബസ്സിൽ കയറി അയാൾ ഇറങ്ങുന്നവരെ അയാൾക്ക് പരിചയമുള്ള, ഓർമ്മയുള്ള, ഹിഫ്ളുള്ള സൂറത്തൊക്കെ ഓതി അങ്ങനെ യാത്ര ചെയ്തു, നല്ല കാര്യമാണ്. പക്ഷെ അയാൾ പറയാണ് ബസ്സിൽ യാത്ര ചെയ്യുമ്പോൾ ഖുർആൻ ഓതൽ പുണ്യമാണ്, സുന്നത്താണ് എന്ന് പറഞ്ഞാലോ അവിടെ വകുപ്പ് മാറുന്നു. അത് മതത്തിൽ ഒരു പുതിയ കർമ്മം പ്രത്യേകമായി അയാൾ ചേർക്കലായി മാറും. ഒരാൾ മരത്തിൽ കയറി ഇറങ്ങുന്നവരെ അയാൾ സുബ്ഹാനല്ലാഹ് സുബ്ഹാനല്ലാഹ് ചൊല്ലിയിട്ട് അയാൾ കയറിയതും ഇറങ്ങിയതൊക്കെ തെറ്റാണോ? അല്ല. പക്ഷെ അയാൾ പറയാ മരത്തിൽ കയറുമ്പോൾ സുബ്ഹാനല്ലാഹ് പറയാൻ സുന്നത്തുണ്ട് എന്ന് പറഞ്ഞാലോ അവിടെ വകുപ്പ് മാറി. ആ മതത്തിലേക്കൊന്ന് കൂട്ടിച്ചേർക്കുമ്പോൾ അതിനാണ് ബിദ്അത്ത് എന്ന് പറയുക. അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഏറ്റവും ചുരുങ്ങിയത് 1000 പ്രാവശ്യമെങ്കിലും പറഞ്ഞ ഹദീസാണ് കുല്ലു ബിദ്അത്തിൻ വലാല. മതത്തിലേക്ക് കൂട്ടിച്ചേർക്കപ്പെടുന്ന കാര്യങ്ങൾ മുഴുവനും വഴികേടാകുന്നു. എല്ലാം വഴികേടാണ്. വകുല്ല ദലാലത്തിൻ ഫിന്നാർ. വഴികേടുകളെല്ലാം നരകത്തിലേക്കുമാകും. അതുകൊണ്ട് ഖുർആനാണെങ്കിലും ദിക്റാണെങ്കിലും ദുആ ആണെങ്കിലും സ്വലാത്താണെങ്കിലും നിസ്കാരമാണെങ്കിലും ഒക്കെ അല്ലാഹുവും റസൂലും പഠിപ്പിച്ച ആ വൃത്തത്തിൽ നിൽക്കലാണ് അവിടെ ഏറ്റവും പ്രധാനം. ഇപ്പൊ സുബഹി നമ്മൾ നിസ്കരിക്കുന്നു, സുബഹിക്ക് മുമ്പ് 2 റക്അത്ത് നിസ്കരിക്കുന്നു, സുബഹിക്ക് ശേഷം 2 റക്അത്ത് നിസ്കരിക്കാറുണ്ടോ?
റവാത്തിബായിക്കൊണ്ട് ഇല്ല. വെട്ടം ചോദിക്കുക, സുബഹിക്ക് മുമ്പ് രണ്ടാമത് നിസ്കരിക്കുക, അതുപോലെ തന്നെ ശേഷം നിസ്കരിച്ചാലും എന്താ വ്യത്യാസം വെച്ചാൽ വ്യത്യാസമുണ്ട്. ളുഹറിന് മുമ്പ് നിസ്കരിക്കുന്നു, ശേഷം നിസ്കരിക്കുന്നു. അസറിന് മുമ്പില്ല, അസറിന് മുമ്പുണ്ട്, ശേഷമില്ല. മഗ്‌രിബിന് മുമ്പും ശേഷം നിസ്കരിക്കാം, ഇശാഇന് മുമ്പും ശേഷം നിസ്കരിക്കാം. സുബഹിക്ക് മുമ്പുണ്ട്, ശേഷമില്ല. കണ്ടോ, സുബഹിക്ക് മുമ്പുണ്ട്, ശേഷമില്ല. അസറിന് ശേഷമില്ല, മുമ്പുണ്ട്. അപ്പൊ എന്താപ്പത് ഇങ്ങനെ എല്ലാം ഒരുപോലല്ലേ? അല്ല, അത് അള്ളാഹുവാണ് പഠിപ്പിക്കേണ്ടത്. അല്ല, വെള്ളമില്ലെങ്കിൽ തയമ്മം ചെയ്യാം, പൊതു ചെയ്യാൻ വെള്ളമില്ല, തയമ്മം ചെയ്യാം. വീട്ടിൽ ചോദിക്കുക, വെള്ളം ഇല്ലെങ്കിൽ തയമ്മം ചെയ്തൂടെ? എന്നാലും വെള്ളം ഉണ്ടെങ്കിൽ തയമ്മം ചെയ്തൂടെ? പറ്റൂല. അപ്പൊ മതത്തിന്റെ കാര്യത്തിൽ അതാണ്. നമുക്കതിൽ നമ്മുടെ യുക്തിയും നമ്മുടെ ബുദ്ധിയും നമ്മുടെ ചിന്തയുമല്ല ഒരു കാര്യം മതത്തിന്റെ ലേബലിൽ കൊണ്ടുവരാനുള്ള മാനദണ്ഡം. അള്ളാഹു പഠിപ്പിച്ചുവോ അവന്റെ റസൂല് പഠിപ്പിച്ചുവോ എങ്കിൽ ദീനാണ്. അള്ളാഹു റസൂലും പഠിപ്പിച്ചിട്ടില്ലേ എങ്കിൽ മതമല്ല. അപ്പൊ ഏത് വിഷയത്തിലും ആ ഒരു അന്വേഷണം. അള്ളാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ വിഷയത്തിൽ എന്തു പഠിപ്പിച്ചു, നബിയിൽ നിന്ന് മതം പഠിച്ച സ്വഹാബിമാർ ഇതിൽ എന്ത് ചെയ്തു? അവർ ചെയ്തിട്ടില്ല എങ്കിൽ അത് പുണ്യമല്ല, അവർ ചെയ്തിട്ടുണ്ട് എങ്കിലോ അത് പുണ്യവുമാണ്. അപ്പൊ ഖബർ സിയാറത്ത് അവർ ചെയ്തു, അവർ ചെയ്യാൻ പറഞ്ഞു. ഖബറാളിയോട് സലാം പറയൽ അവർ ചെയ്തു, ചെയ്യാൻ പറഞ്ഞു. ഖബറാളിക്ക് വേണ്ടി പ്രാർത്ഥിക്കൽ അവർ ചെയ്തു, ചെയ്യാൻ പറഞ്ഞു. എന്നാൽ മയ്യത്തിന് മുമ്പിൽ വെച്ചോ ഖബറിങ്ങിൽ വെച്ചോ അവർക്ക് പ്രത്യേകമായ ഖുർആൻ ഓതി അതിന് കൂലി അവർക്ക് ഹദിയ ചെയ്യൽ നബി തങ്ങൾ പഠിപ്പിച്ചിട്ടില്ല, സ്വഹാബിമാർ ചെയ്തിട്ടില്ല, നമുക്ക് ചെയ്യാൻ പാടില്ല. അതാണ് മതത്തിന്റെ ഒരു അടിസ്ഥാന പാഠം. അതുകൊണ്ടാണ് മരിച്ചെടുത്ത് ഖുർആൻ ഓതാൻ പാടില്ല എന്നും ഖബറിങ്ങിൽ ചെന്നാൽ ഖുർആൻ ഓതുകയല്ല വേണ്ടത് എന്നും ഖബറാളിക്ക് വേണ്ടി പ്രാർത്ഥിക്കുക എന്നുള്ളത് മരിച്ച് കിടക്കുമ്പോഴും പറ്റും, മറമാടുന്നതിന് മുമ്പും പറ്റും, മറമാടിയതിനു ശേഷവും പറ്റും, അതിന് എപ്പോഴും ഖബറിങ്ങിൽ ചെന്നും പറ്റും, അല്ലാതെയും പറ്റും. എവിടെയും നമ്മുടെ എല്ലാ പ്രാർത്ഥനയും ഇപ്പൊ ഇവിടെയും നമ്മുടെ പ്രാർത്ഥന എന്താ? അല്ലാഹു ഫിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത്. അല്ലാഹു വിശ്വാസികൾക്ക് പുറത്തു കൊടുക്കണേ, ജീവിച്ചിരിക്കുന്നവർക്കും മരിച്ചുപോയവർക്കും നീ പുറത്തു കൊടുക്കണേ എന്ന് നമ്മളെല്ലാ ഖുതുബയിലും എല്ലാ വഅലും എല്ലാ പ്രസംഗത്തിലും ഒക്കെ നമ്മൾ പ്രാർത്ഥിക്കുന്നു. അത് ഇസ്ലാം പഠിപ്പിച്ചതാണ്, ഖുർആൻ ആവശ്യപ്പെട്ടതാണ്. നേരത്തെ എന്റെ വിശ്വാസത്തിൽ ഞാൻ പറഞ്ഞു, മറ്റൊരാളുടെ പ്രാർത്ഥന വേറൊരാൾക്ക് ലഭിക്കുമ്പോൾ അത് അയാൾക്ക് അള്ളാഹുവിന്റെ പക്കൽ കുറച്ചുകൂടെ സാമീപ്യം കിട്ടാനുള്ള മാർഗമായി മാറുകയും ചെയ്യും. അതാണ് പ്രമാണങ്ങൾ പരിചയപ്പെടുത്തിയത്. അല്ലാഹു അഅലം. അസ്സലാമു അലൈക്കും. എൻ്റെ പേര് റഹീം.